KEAM 2024 practice test is available on your candidate portal. Website www.ce.kerala.gov.in ആണ്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും പിന്നെ ആക്സസ് കോഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം? അഡ്മിറ്റ് കാർഡ്, പ്രാക്ടീസ് ടെസ്റ്റ്, പ്രൊഫൈൽ കാണാം. അതിൽ പ്രാക്ടീസ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ടു സ്റ്റാർട്ട് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടും. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം സ്റ്റാർട്ട് അടിക്കാം. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോമാറ്റ് ആയിരിക്കും കിട്ടുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. റൈറ്റ് സൈഡിലായിട്ട് സബ്ജക്റ്റ്, നിങ്ങൾക്ക് അതിൽ ഏത് ക്വസ്റ്റ്യൻസ് ഏത് നമ്പർ എടുക്കണം തിരഞ്ഞെടുക്കാം. അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് ടൈം തരുന്നതായിരിക്കും. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ചൂസ് ചെയ്തതിന് ശേഷം സേവ് നെക്സ്റ്റ് അടിക്കുക. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് യെല്ലോ ഉള്ള മാർക്ക് ഫോർ റിവ്യൂ അടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ ക്ലിയർ അടിക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുക. പിന്നെ ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഫിസിക്സ് ആണ് തുടങ്ങണമെങ്കിൽ ഫിസിക്സ് ചൂസ് ചെയ്യാം, കെമിസ്ട്രി തുടങ്ങണമെങ്കിൽ കെമിസ്ട്രി ചൂസ് ചെയ്യാം, മാത്സ് തുടങ്ങണമെങ്കിൽ മാത്സ് ചൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് നിന്ന് മേലോട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പം ഞാനിത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ എല്ലാം ഗ്രീൻ കത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ടിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാം ചെയ്തു. അപ്പോൾ 18th ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 18 ആണെങ്കിൽ ഞാൻ അത് മാത്രം ചെയ്യുകയാണെങ്കിൽ അത് മാത്രമാണ് വൈറ്റ് കത്തുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള റിവ്യൂ ഒക്കെ ആണെങ്കിൽ അതിന് വയലറ്റ് കളർ കത്തുന്നതായിരിക്കും. ഓക്കെ, സോ ടൈം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ മോളുണ്ടായിരിക്കും, അപ്പോൾ അത് വെച്ചിട്ട് നോക്കുക. സോ അതിനനുസരിച്ചായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നതാണ് ഇവിടുത്തെ ടൈം. സോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. നിങ്ങൾ എക്സാം ഡേറ്റ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു, എത്ര എണ്ണം അറ്റൻഡ് ചെയ്തില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ അതൊക്കെ നോക്കി അത് വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് എക്സാം 5/6/2024 തൊട്ടിട്ട് 9/6/2024 വരെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം 2 PM to 5 PM വരെയാണ് നടക്കുന്നത്. ഫാർമസി എക്സാം ആണെങ്കിൽ 10/6/2024 3:30 to 5 PM വരെയാണ് എക്സാം നടക്കുന്നത്. ഓക്കെ.